അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബൈദ കുറ്റിച്ചിറ ചോദിച്ച ഒരു ചോദ്യം, അങ്ങനെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും 10 വർഷത്തിലേറെയായി അകന്നു കഴിയുകയാണ്. ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു നിലയിലും എന്ത് ചെയ്യാറില്ല, ബന്ധപ്പെടാറില്ല. പക്ഷെ വിവാഹമോചനം ചെയ്തിട്ടുമില്ല, വിവാഹമോചനം നടന്നിട്ടില്ല. എങ്കിൽ ആ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? ഗർഭസാധ്യത ഒന്നും ഇവിടെ കാണുന്നില്ല, കാരണം 10 വർഷത്തോളമായിട്ട് ഭാര്യയും ഭർത്താവും യാതൊരു ബന്ധവുമില്ല, അവർ തമ്മിൽ ഒരു ബന്ധപ്പെടലും നടന്നിട്ടില്ല, യാതൊരു തരത്തിലുള്ള ബന്ധവും അവരില്ല, ഫോൺ വിളിയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ ഇദ്ദിരിക്കേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ വന്ന ചോദ്യം. ചുരുക്കി പറയുകയാണെങ്കിൽ, ദീർഘകാലമായി ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് ഇദ്ദ നിർബന്ധമാണ്. ഗർഭസാധ്യത ഇല്ല എന്നതുകൊണ്ട് ഇദ്ദ നിർബന്ധമാവാതെ ഇരിക്കുകയുമില്ല. ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല ഇദ്ദ. നിക്കാഹിന് ശേഷം ഒരിക്കൽ പോലും ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ലെങ്കിലും ഭർത്താവിൻ്റെ മരണം കാരണം ഭാര്യയ്ക്ക് എന്താണ്, ഇദ്ദ നിർബന്ധമാകുന്നതാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതുന്നതായിട്ട് കാണാം, ഗർഭമില്ല എന്നറിയാൻ വേണ്ടിയോ മരണപ്പെട്ട ഭർത്താവിൻ്റെ പേരിൽ ദുഃഖാചരണമായോ തഅബ്ബുദിന് വേണ്ടി സ്ത്രീയുടെ കാത്തിരിപ്പ് കാലത്തെക്കുറിച്ചാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇതിലെ യുക്തി എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും സൃഷ്ടാവായ റബ്ബിൻ്റെ നിർദ്ദേശം അനുസരിക്കുക എന്നതാണ് തഅബ്ബുദ് എന്നതിൻ്റെ വിവക്ഷ. ഉറപ്പാണെങ്കിൽ പോലും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഭർത്താവുമായി ത്വലാഖിലൂടെയോ വസ്ഫിലൂടെയോ ബന്ധം പിരിഞ്ഞാൽ ഇദ്ദ നിർബന്ധമാകും. ഭർത്താവ് സ്ഥലത്തുള്ളവനാണെങ്കിലും ദീർഘകാലമായി പുറത്താണെങ്കിലും ഇദ്ദ നിർബന്ധം തന്നെയാണ്. ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഭർത്താവിൻ്റെ മരണം മൂലം ഇദ്ദ നിർബന്ധമാകുന്നതാണ്. ഫതഹുൽ മുഈൻ 404, 406 നോക്കിയാൽ ഈ വിഷയം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ ഖൈർ ബറക്കത്ത് നൽകുമാറാകട്ടെ. സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബജീവൻ നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വരുന്നത്, എൻ്റെ സഹോദരിക്ക് കഴിഞ്ഞ മാസം പ്രായപൂർത്തിയായി. അവൾക്ക് ആദ്യം പ്രാവശ്യം മെൻസസ് ഉണ്ടായപ്പോൾ ആദ്യത്തെ 6 ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലും പിന്നീട് 3 ദിവസങ്ങളിൽ തവിട്ട് നിറത്തിലും അങ്ങനെയുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും. അത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൻ്റെ ഉടനീളം ഖൈർ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.